പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ലെന്ന് മാത്രം. അത് ദൈവത്തിനെതിരെയുള്ള പാപങ്ങൾ, മറ്റുള്ളവർക്കെതിരെയുള്ള പാപങ്ങൾ, അത് മോചിക്കാനുള്ള അധികാരമല്ല കേട്ടോ ഞാനിവിടെ പറയുന്നത്. നിനക്കെതിരെ മറ്റുള്ളവർ ചെയ്ത പാപങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് നീ എന്നോട് ചെയ്ത പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുവാണെങ്കിൽ, പ്രിയമുള്ളവരെ, അത് പറയാനുള്ള അവകാശം ആർക്കാണുള്ളത്? ദൈവത്തിനാണ്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ നാം ദൈവമാണെന്ന്. നമുക്ക് ദൈവമാകാനുള്ള ഒരു സുന്ദരമായ ഒരു വഴി ദൈവമായ കർത്താവ് നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ക്ഷമിക്കുക. മറ്റുള്ളവരോട് നിരുപാധികം ക്ഷമിക്കുക. കുരിശിലിങ്ങനെ പടഞ്ഞു മരിക്കാൻ നേരം ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണേ. പ്രിയമുള്ളവരെ, ഇതുപോലെ കാലങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇതുപോലെ മരത്തിൽ വേറൊരുത്തനിങ്ങനെ വരിഞ്ഞു കിടന്നിട്ട് തൻ്റെ താഴെ നിൽക്കുന്ന ആദത്തോടും ഹവ്വായോടും, പ്രത്യേകിച്ച് ഹവ്വായോട് പറയുന്നുണ്ട്, എടി നീ ഈ പഴമൊന്ന് നോക്കി ദൈവത്തെ പോലെ ആവും. അത് ഫേക്കായിരുന്നു, പക്ഷെ ഇവിടെ റിയലാണ്. ദൈവത്തെ പോലെ ആകാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുക. എങ്ങനെയാ? ക്ഷമിക്കാൻ. നിൻ്റെ പാപങ്ങൾ, നീ എന്നോട് ചെയ്ത പാപങ്ങൾ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പഠിപ്പിച്ച സുന്ദരമായ ക്ഷമയുടെ പാഠം ജീവിതത്തിൽ നാം പാലിക്കുമ്പോൾ നാം ദൈവത്തെ പോലെ ആവാം. പ്രിയമുള്ളവരെ, ദൈവത്തെ പോലെ ആകാൻ പറ്റുന്ന ഓരോ അവസരങ്ങളും നമ്മൾ വിനിയോഗിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമുക്ക് ചെന്ന് കയറാനായിട്ട് പരിശ്രമിക്കണം. ദൈവത്തെ പോലെ ആകാനുള്ള ഓരോ അവസരവും ഞാൻ ഒട്ടും പാഴാക്കാതെ വിനിയോഗിച്ച് ദൈവത്തിൻ്റെ ഭാവം സ്വന്തമാക്കി ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു സ്ഥലം ഞാൻ അവകാശപ്പെടുത്തും, അല്ലെങ്കിൽ ഞാൻ കരസ്ഥമാക്കും എന്ന ഉറച്ച ബോധ്യത്തോടെ ക്ഷമ എന്ന പുണ്യത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി